അപ്പൊ നമ്മളിനി തൃശ്ശൂർക്ക് ചെറിയൊരു യാത്രയാണ്. വടക്കുന്നാഥൻ അല്ലച്ച അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലിട്ടുണ്ട്. അപ്പൊ ട്രെയിനിൽ വന്നിറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഞങ്ങള് ഭയങ്കര ചൂടാട്ടോ ഇവിടെ, നല്ല ചൂടാണ് ഇപ്പൊ അല്ലച്ചാ. അതെ, ഒരു തണുത്ത വെള്ളം, സാധാ വെള്ളമല്ല, സാധാ വെള്ളം, നല്ല നല്ല തണുത്ത വെള്ളം, നല്ല കൂൾ വാട്ടർ ആണ്. പിന്നെ വേറെ കാര്യം, ഇവിടെ വെള്ളത്തിന് 14 രൂപയുള്ളൂ. 14 രൂപ? 14 രൂപ വെള്ളത്തിന്. അതറിയില്ല. 14 രൂപ. 14 രൂപ. സാധാരണ വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ 19 രൂപയല്ലേ? 20 രൂപ. 20 രൂപ. ചിലത് 18 മേടിക്കും. 18 ഭയങ്കര. നമ്മുടെ പഴയടത്തൊക്കെ 18 രൂപയല്ലേ? 18 രൂപ. ഇത് 14 രൂപ അല്ലേ? ഇത് എന്താ റെയിൽവേ ആയിട്ട് വല്ല ബന്ധമുണ്ടോ? അറിയില്ല. ഗ്രീൻ വാലി. ഗ്രീൻ വാലി. അപ്പൊ എന്തായാലും കൊള്ളാം. 14 രൂപയ്ക്ക് കൊള്ളാം അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അറിവ് ഞാൻ സംഭരിക്കുന്നത്. വെള്ളത്തിന് ശരിക്കും എടുക്കണവർക്ക് അറിയാം അതിന്റെ വിലയൊക്കെ. പച്ചവെള്ളം ആർക്കെന്തോളും. അപ്പൊ നമ്മള് വടക്കുന്നാഥിലേക്കാണ് നേരെ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ളത്. നേരെ വടക്കുന്നാഥിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. കണ്ടില്ലേ, പാറേമക്കാവിന്റെ മുന്നിലേക്ക് നമ്മൾ പോകണം. വടക്കുന്നാഥില് പാറേമക്കാവിന്റെ മുന്നിലേക്ക്. അപ്പൊ നമ്മളെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തക്കുട് പറഞ്ഞ പോലെ തന്നെ എക്സിബിഷന്റെ എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ആയിരുന്നു. എക്സിബിഷൻ തുടങ്ങാൻ പോലെ തൃശ്ശൂർ പൂരം മാർച്ച് 24-നും 30-നിടയ്ക്കായിട്ട് കിടക്കാൻ പോവാണ്. ദിവസം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഡേറ്റ് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ എക്സിബിഷൻ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് എന്തായാലും ഉണ്ടാവും. ഒരു 4-5 ആഴ്ച മുൻപ് തുടങ്ങില്ല. എന്തായാലും 1-2 ആഴ്ച മുന്നേ എന്തായാലും തുടങ്ങും എക്സിബിഷൻ സ്റ്റാർട്ട് ആവും. ശരിക്ക് നമ്മളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന്റെ 1 മാസം മുമ്പ് എക്സിബിഷൻ തുടങ്ങും. തൃശ്ശൂർ പൂരം കഴിഞ്ഞ 2 മാസം കൂടി ഉണ്ടാവും എക്സിബിഷൻ. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ നമുക്ക് അതിന്റെ പണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഏതുവരെ എവിടെ എത്തി, ഏതുവരെ എത്തി, എങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ കഴിഞ്ഞ 2024 2024 നമുക്ക് അതിന്റെ 25-ന്റെ എക്സിബിഷന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നായിരുന്നു. നല്ല സപ്പോർട്ട് നല്ലവരും. ഇപ്രാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യും എക്സിബിഷന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് വടക്കുന്നാഥിലേക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ, എന്തായി, എന്തൊക്കെ ആയിരുന്നു നമുക്കൊന്ന് അറിയാൻ പറ്റും. അപ്പോ നമ്മള് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള് വടക്കുന്നാഥന് മുന്നേ, അതാണ് കാണുന്ന പാറമേക്കാവ് ദേവി ക്ഷേത്രം അല്ലേ? അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വടക്കുന്നാഥനുള്ളത്. അപ്പൊ അവിടെ അത് ഗോപുരത്തിന് പണി നടക്കുന്നുണ്ട്. അവിടെ പണിയെടുക്കാം ഉണ്ടല്ലോ എല്ലാ വർഷം ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷം ഉണ്ടാവാറാണല്ലോ ഗോപുരത്തിന്. അവിടെ അങ്ങനെ കിട്ടുമല്ലോ അല്ലെ, ഒരു പ്രത്യേക രീതിക്ക് അറിയാലോ ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ, ഈ ഇതിന് അതായത് എക്സിബിഷന്റെ പണി ഒരുവിധം ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് പണി നടന്നിട്ടില്ല. പക്ഷെ നല്ല കിടിലം സെറ്റാണ് കേട്ടോ. നല്ല കിടിലം സെറ്റാണ്. അത് കുറച്ച് പണിയായിട്ടുള്ളൂ. പക്ഷെ അത് നല്ല എന്താ പറയാ, നമ്മുടെ ഈ അരക്കില്ലെന്നൊക്കെ പറയുള്ളൂ. അരക്ക് കൊണ്ട് പണിതിട്ടുള്ള, അതായത് മെഴുക് കൊണ്ട് പണിത അതുപോലത്തെ സ്റ്റൈലായിട്ടാണ് സാധനം വന്നോണ്ടിരിക്കുന്നത് കേട്ടാ. അതൊന്ന് കണ്ടോക്കിയൊക്കെ. 2026 കിടിലൻ സാധനം വരാൻ പോകും. അവിടെ കണ്ടില്ലേ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2026 പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പൊ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചതാണ് ഞാൻ പറഞ്ഞ എക്സിബിഷന്റെ. ഇതാണ് എക്സിബിഷൻ, ഇവിടെയാണ് നടക്കുക. ആ ഭാഗത്തായിട്ടാണ് കൗണ്ടർ സെക്ഷൻ വന്നത്. ഇവിടെ നിന്ന് കയറും. പിന്നെ അകത്ത് നമ്മൾ ഒരു ഉച്ചക്ക് കയറി കഴിഞ്ഞാൽ 4-5 മണി അവിടെ ഇറങ്ങാൻ പറ്റും. കാരണം അത്ര അധികം ഷോപ്പുകൾ ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ, അത്ര അധികം കടകൾ അതിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മള് ആഗ്രഹിക്കണം, മേടിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് മേടിക്കാൻ പറ്റും നമുക്ക്. പിന്നെ അത് മാത്രല്ല, ഒരു കൂട്ടായ്മയാണത്. അപ്പൊ നമ്മൾ കയറുന്ന പലരും നമ്മൾ അതിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. കാരണം അവർ അത്രയും റിസ്ക് എടുത്ത് അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിറക്കി എല്ലാവർക്കും വേണ്ടി ഒരു പ്രദർശന വസ്തു പോലെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ അല്ലെ? അപ്പൊ നമ്മള് സാധാരണ എക്സിബിഷൻ അല്ലത്. അതെ, അത് കുറെ ഉണ്ടത് കാണാൻ.
കാണാനുള്ള സംഭവം 2025 വന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ മഹാത്മ്യം എന്താണെന്നുള്ളതൊക്കെ. BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും പണിയൊക്കെ നടന്നോണ്ടിരിക്കുക. അകത്തുണ്ടല്ലോ പണി നടന്നോണ്ടിരിക്കുകയാണ്. അകത്ത് നമുക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുറത്ത് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അകത്ത് നമുക്ക് കാണിക്കാൻ പാടില്ല. അപ്പൊ ഇതുണ്ടല്ലോ ഇങ്ങനെ പണിയാണ്, ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ മുകളിൽ ഉണ്ടല്ലോ ഇനി അതേപോലത്തെ സംഭവങ്ങളൊക്കെ വരാണ്ട് ആർട്ട് വർക്ക്. ഇത് ഓരോ വർഷത്തിലും വ്യത്യസ്തമായിട്ടുള്ള പണികളായിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് 2025. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഫ്രണ്ടേജ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം അതിനെക്കാട്ടിയും സൂപ്പർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സെല്യൂട്ട് അടിച്ചല്ല കേട്ടോ, വെയില് കൊള്ളാതിരിക്കാണ്ട് കൈ വയ്ക്കുന്നതാണ്. അയ്യോ അതുപോലത്തെ വെയിലാണ്. ഇത് ഫ്ലൈവുഡ്, അതായത് നമ്മുടെ ഫ്ലൈവുഡ് എല്ലാവർക്കും അറിയാലോ. അത് ഇതിന്റെ മുകളിൽ ആണി അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ പ്രിന്റ് എടുക്കുമല്ലോ, നമ്മള് ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് എടുക്കണ പോലെ പ്രിന്റ് എടുത്തിട്ട് അതിന് മുകളിൽ കൂടെ ആണി അടിച്ചിരിക്കുക. നല്ല രസമാണ് സംഭവം. എന്തായാലും ഇതിന്റെ ഐഡിയാസും കാര്യങ്ങളും ഉള്ള പോലെ വെറുതെ ഇങ്ങനെ പ്ലൈവുഡ് കാണിച്ച് ആണി അടിച്ചാൽ പോരല്ലോ, ഈ ചിത്രങ്ങളൊക്കെ കിട്ടണ്ടേ. സിനിമ സെറ്റ് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നറിയോ, ആ കാണല് ഓടുണ്ടായിട്ടുണ്ട് വെച്ചാ. അത് ഫ്ലൈവുഡ് ഒന്നും അല്ല, അത് തെർമാക്കോൾ. അതെ ഫ്ലൈവുഡ് തന്നെ, അത് മരമാണ്, അത് തെർമാക്കോളാണ്. വളഞ്ഞിരിക്കുന്നുണ്ട്. ശരി ശരി. എന്നിട്ട് അതിന് മുകളിൽ പെയിന്റ് അടിച്ചിരിക്കുന്നു, റിഫ്ലക്ഷൻ പോലെ. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അകത്ത് നല്ല പണി നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾ ആരും മറക്കണ്ട, തൃശ്ശൂർ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര എക്സിബിഷൻ ആണ് കേട്ടോ. അത് മറക്കാനോ അത് നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. നല്ലോണം മറക്കണ്ടത്, നല്ലോണം ടാൻ അടിക്കുന്നു തോന്നുന്നു. നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഇരിക്കാനുള്ള കുറച്ച് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എടുത്താണല്ലോ നമുക്ക് അവിടെ പോയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പൊ അവിടെ നല്ല വിലയതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ കുറെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ ആൾത്തറ അല്ല മാവുന്തറ. അതെ, ആൾത്തറ എന്ന് പറയാൻ പറ്റില്ല, മാവുന്തറ. അപ്പൊ ഇത് കണിക്കൊന്നല്ലേ? ഇത് കൊന്നല്ല, അതാണ് കൊന്നു. എന്ത് ഭംഗിയില അതന്നെ. നമുക്ക് പിറ്റേ ദിവസം മാറ്റി വൃത്തിയാക്കേണ്ട അവസ്ഥയോ കണ്ടില്ല. കൊള്ളാൻ എന്തായാലും കാണില്ല. ഈ കണിക്കൊന്നയുടെ പ്രത്യേകത എന്ന് വെച്ചാല് വിഷുവിന്റെ ഒരു മാസം മുൻപല്ലേ ചെറിയ വിഷുവിന്റെ കണിക്കൊന്ന ഒരു മാസം മുൻപേ പൂത്തു തുടങ്ങും, പൂത്തൊലഞ്ഞു. അതായത് കണിക്കൊന്ന കാണാൻ നല്ല ഭംഗിയാണ്, കാരണം അതിന്റെ പുറകിലുള്ള ചരിത്രം നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കേൾക്കാനായിട്ട്. നമ്മളൊരു മുന്നേ വീഡിയോ ഇട്ടുണ്ട്, കണ്ടില്ലേ? സ്വർണം പോലെ തന്നെ. അതെ, സ്വർണ്ണം അങ്ങനെ എന്തോ നമ്മള് വീഡിയോ കണ്ടില്ലേ ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിടിച്ചിട്ട് വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ അടി കൊടുക്കാം, കാണാത്തവർക്ക് കാണാം. അതെ, അപ്പൊ ഈ കണിക്കൊന്ന കൈ എത്തുന്ന ദൂരത്തല്ല, മുകളിലാണ്. ഈ കണിക്കൊന്ന പൂവ് എങ്ങനെ ഉണ്ടായി, അതിന്റെ ചരിത്രം അതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല രസമായിട്ട് പിന്നെ അല്ലേ. അപ്പോ ഇതേപോലെ കണിക്കൊന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മൈതാനത്തിന്റെ പേര് തേക്കിൻകാട് മൈതാനത്തിലുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മൾ എപ്രാവശ്യം തൃശ്ശൂർ വരുമ്പോ ഇരിക്കാനുള്ള സ്പോട്ട് ഉണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്, അത് നല്ല രസമാണ് കാണാൻ. നല്ല പഴമയിലോട്ടും പണ്ടത്തെ ഒരു ഏടി അങ്ങോട്ടൊക്കെ പോകും, അങ്ങനത്തെ ഒരു ഭംഗിയുള്ള സ്പോട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് തൊട്ടടുത്താണ്, കാണുന്നുണ്ടല്ലേ? നമുക്ക് അങ്ങോട്ട് പോകണം. ഇത് കണ്ടില്ലേ, ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ 4 മതിൽക്കെട്ടല്ലേ വെച്ചത്? അല്ല മഞ്ഞ കളറിൽ എന്താണ് നോക്കിയത്? തുണി തിരികതാണോ പാമ്പാണോ അറിയില്ല. തുണിയാണ്, തുണി തിരിച്ചു കേട്ടോ. അപ്പൊ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ 4 മതിൽക്കെട്ടിലെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്, പുറത്തായിട്ട്. അപ്പൊ ഈ കാണുന്നത് നല്ല രസം കാണില്ല, മതിൽക്കെട്ട് കാണില്ല, നല്ല ഭംഗിയാണ്. പണ്ടത്തെ കാലത്ത് നിർമ്മിച്ച രാജാക്കന്മാരുടെ കാലത്തൊക്കെ നിർമ്മിച്ച മതിലാണ്. അതായത് അത്രയും വലിപ്പമുണ്ട്, കണ്ടില്ലേ? കോട്ട പോലെ ചാടിയാലൊന്നും അത്ര കേറാനും പറ്റില്ല, ഇങ്ങനെ തെന്നി വീഴും. മഴയൊക്കെ പെയ്താ തീർന്നു. കാരണം അതിന് മുകളിൽ പുല്ല് പോലെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഞങ്ങള് നിക്കുന്നത് പാലച്ചോട്ടിലാട്ടോ. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ, പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ. അപ്പൊ നമുക്ക് ഈ ഇതില്ലേ, ഈ മതില് നമുക്ക് ആ മുകളിലേക്ക് അത് കൂടെ ഒരു വഴി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
അതെ, ഇപ്പൊ പറഞ്ഞ മതില് കണ്ടില്ലേ, ഇതാണ് കണ്ടില്ലേ, അടിപൊളിയല്ലേ വെച്ചാ, കാരണം നല്ല വലിപ്പുണ്ട്. കാരണം ഇവിടെ നിക്കുമ്പോ തന്നെ നമ്മുടെ ഹൈറ്റും വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഈ മതിലിന്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അത് മാത്രല്ല, ഇതിന്റെ പണിത്തരം കണ്ടില്ലേ, അതൊക്കെ പഴയ കാലത്തെ ആൾക്കാര് കറക്റ്റ് കണക്കോട് കൂടി പണിത മതിലുകളായിരിക്കും. കാരണം ഇത് ഇങ്ങനെ വന്ന് പിന്നൊന്ന് ഉരുണ്ട് പിന്നൊന്ന് ഉള്ളിലേക്ക് റൗണ്ട് ചെയ്ത് അങ്ങനെയൊക്കെ ടൈപ്പിലാണ് പണിതേക്കുന്നത്. പിന്നെ അത് മാത്രല്ല, ഈ കല്ലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി വെട്ടല്ലേ, നമ്മള് നല്ല വെട്ടല്ലേ. AD-BD കാലഘട്ടത്തിലെ കല്ലട്ടെ ഞാൻ ഇപ്പൊ തൊട്ടത്. അതെ, കാരണം അവിടെ നിന്ന് കാരണം ഇങ്ങനെ ഇത് പണിയണതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളൊലിപ്പില്ലേ, മണ്ണൊലിപ്പ്, മണ്ണ് മതിലും കൂടിയിട്ട് പോരരുത്, അതിനാണ് ഇങ്ങനെ പണിയണത്. അതിന് മുകളില് ഒരു റൗണ്ട് അങ്ങനെയൊക്കെ. എന്തായാലും ശരിക്കും കോട്ട മതിൽ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ കിട്ടിയിരുന്നു. നല്ല കോട്ട നടക്കാം എന്തായാലും. അത് ആ രാജാവിന്റെ, അതെ രാജാവ്, നമ്മുടെ തൃശ്ശൂർ രാജാവ്, പഴശ്ശി രാജാവല്ല, തൃശ്ശൂരത്തെ രാജാവ് ശക്തൻ തമ്പുരാനാണ്. അതെ, ശക്തൻ തമ്പുരാൻ തന്നെയാണ് കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്നത്. കൊച്ചി രാജാവല്ലായിരുന്നു. അതായത് ഈ കൊച്ചി രാജ്യം എന്നറിയപ്പെട്ടിരുന്ന തൃശ്ശൂർ പെട്ടിരുന്നു. അതെ, ആ കൊച്ചി രാജ്യം എന്നറിയപ്പെട്ടിരുന്നു. തൃശ്ശൂരും ആ നാട് തൃശ്ശൂരും കൂടി അറിയപ്പെട്ടിരുന്ന നാടാണ് കൊച്ചി രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാറുണ്ട്. പല ചരിത്രം പല രീതിക്കുണ്ട്. കാരണം ഒരു മലബാർ, തിരുവിതാംകൂർ, കൊച്ചി. അതെ, പിന്നെ അതുപോലെ തന്നെ വേറെ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, തിരുക്കൊച്ചി, തിരുവിതാംകൂറും കൊച്ചി കൂടി ചേർന്നിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഭാഗ്യത്തിന് കൊച്ചി മലയൊന്നും വന്നില്ലേ, കൊച്ചി മലബാർ കൂടിയിട്ട്. അതെ, പിന്നെ ഇതിന് ഇത് നമ്മുടെ ദേവസ്വം നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ദേവസ്വം, മലബാർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം, ഇങ്ങനെ 3 എണ്ണാണുള്ളത്. പിന്നെ നമ്മൾ കേരളമായപ്പോ ജില്ലകളായിട്ട് തിരിച്ചപ്പോൾ കേരളത്തിന്റെ പേരും മാറ്റിപ്പോ കേരളം എം കൂട്ടിപ്പോ കേരളം എം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ജില്ലകളാക്കി തിരിച്ചപ്പോഴാണ് തൃശ്ശൂര്, എറണാകുളം, പാലക്കാട് അങ്ങനെ പോയത്. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ചും പോകില്ലേ, അതായത് കൊച്ചി രാജ്യം എന്നറിയപ്പെട്ടുന്നതില് തൃശ്ശൂർ പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ കൊച്ചി രാജാവും തൃശ്ശൂരിലുള്ള ശക്തൻ തമ്പുരാനും ഇവരൊക്കെ തമ്മില് കണക്ഷൻ ഉള്ളത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കൊട്ടാരം, അതായത് നമ്മുടെ തൃശ്ശൂര് വടക്കുനാഥൻ അമ്പലത്തില് ഇവിടെ പണ്ട് കാലത്ത് രാജാക്കന്മാരും രാജ്യന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പൂരം നടക്കുമ്പോണ്ടല്ലോ, പൂരം കാണാൻ വേണ്ടി 4 വശത്തായിട്ട് ഇതേപോലെ ഒരു ബിൽഡിംഗ് കിട്ടും. അങ്ങനെ കണ്ടോണ്ടിരുന്നതാണെന്നാണ് എന്റെ വിചാരം കേട്ടോ, ഒറിജിനൽ അല്ല, എനിക്ക് തോന്നിയതാണ് കേട്ടോ. വന്നപ്പോ ആയിരിക്കാം, പറയാൻ പറ്റില്ല. അതുകൊണ്ട് വന്നപ്പോ എനിക്ക് തോന്നിയത്, കാണുമ്പോ അതേപോലെ ഉണ്ട്. അങ്ങനെ സംഭവം. കാരണം ഇത് വെച്ചത് ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാ, സ്റ്റീലല്ല. ഇപ്പൊ ഫുള്ള് സ്റ്റീലല്ലേ, ഇത് മരാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയത് പണ്ടത്തെ പണിയാ. ഇതിനിടയിൽ മാത്രം ചെറിയ സ്റ്റീൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഇരുമ്പിന്റെ ഒരു സാധനം കൊടുത്താ. അതെ, പിന്നെ ഷീറ്റ് അതൊക്കെ പുതിയതാവും, ഇതൊക്കെ ഇട്ടതാ. ആദ്യം ഓടായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളണ്ടല്ലോ, അതൊക്കെ പോയി. കമ്പി കാണുമ്പോ അല്ല ബ്രിട്ടീഷിന്റെ കമ്പി പോലെ, ബ്രിട്ടീഷ് കമ്പി പോലെ ഉണ്ട് നമുക്ക് തോന്നാൻ. അതെ, വേണമെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ഇരുന്ന് കാണിച്ചു തരാം, ഒരു പ്രശ്നമില്ല. അല്ല, അന്നത്തെ രാജാവ് എടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ, അതാണ് അടിപൊളി തീരുമാനം. ഈ തേക്കിൻകാട് മൈതാനം, ഈ സ്ഥലത്ത് ഒരു സംഭവം വരാൻ പാടില്ല, അത് വടക്കനാഥന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ഈ തേക്കിൻകാട് മൈതാനം ഇത്ര ഏക്കർ ഇന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അത് അന്നത്തെ രാജാവ് എടുത്തൊരു തീരുമാനമാണത്. അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ ബിൽഡിംഗ് വന്നിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഫ്ലാറ്റ്, 10 നില ഫ്ലാറ്റ്, 20 നില ഫ്ലാറ്റ്, അങ്ങനെയൊക്കെ. ഇവിടെയൊക്കെ അത് വരാത്തത് അത് നല്ലൊരു തീരുമാനം, അടിപൊളിയാണ്. അപ്പൊ ഇവിടെ തന്നെ എത്ര മരം ഉണ്ടെന്നാ, തേക്കിൻ കാടായിരുന്നു. തേക്കാണെങ്കിലും മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഇഷ്ടം പോലെയല്ല മരം ഉണ്ടായിരുന്നത്. പിന്നെ ആര്യവേപ്പാണ് കേട്ടത്, ആര്യവേപ്പ്. അതായത് ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ കയക്കണ വേപ്പ് എന്ന് പറയും നമ്മള്. ഇത് ഈ സാധനം ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ അറിയുന്ന ഒരാള് ഈ സാധനം നേരം വിളിച്ചാകുമ്പോ പല്ല് തേച്ചിട്ട് വായുമോൻ കഴുകിയിട്ട് ഇത് ഇല പറിച്ച് അരച്ച് ഒരു ഉരുളിലേക്കിട്ട് വിഴുങ്ങും. അതെന്തിനാ? അത്രയും ശരീരത്തിന് നല്ല പവർഫുൾ ആണെന്നാ പറയണത്. അങ്ങനെ ആയുർവേദത്തിൽപ്പെട്ട സാധനമാണ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞപ്പോ അച്ഛൻ പരീക്ഷിച്ചു നോക്കിയേ ഇല്ല, അത് കഴിച്ചിട്ട് സാധനത്തിന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാഞ്ഞിരക്കായ കണ്ടി കഴിക്കും ഈ സാധനം. അതായത് ചില ആൾക്കാർ കയപ്പയ്ക്ക പോലും കഴിക്കില്ല, അത് പാവയ്ക്ക കയപ്പാണെന്ന് പറഞ്ഞത്. പക്ഷെ
അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് എന്നെ കഴിഞ്ഞാല് കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടല്ലേ തേങ്ങ ഇട്ട് നല്ല രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തേങ്ങ ഇട്ടാലും ചെറുതായിട്ട് അതിന്റെ ഒരു കയപ്പ് തോന്നാം. അത് കയപ്പ്. പക്ഷെ അത് നല്ലതാ. കയപ്പ് ആ പാവയ്ക്ക കഴിക്കുമ്പോ കണ്ണിനൊക്കെ നല്ലത് നമുക്ക്. അതൊക്കെ നല്ല ജ്യൂസൊക്കെ ഉണ്ട്. ഈ ഷുഗറുകൾ ഒരു കഴിക്കാന്നൊക്കെ പറയുന്നത്. എനിക്കൊരു ഡൗട്ട്, ഇത് നോക്കി ഇവിടെ കണ്ടു നോക്കിയാ ഒരു സാധനം ഇവിടെ വീണ് കിടക്കണുണ്ട് അച്ഛാ. അതുപോലെ അവിടെയൊക്കെ ഉണ്ടല്ലേ കുറ്റി 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 പോലെ. അപ്പൊ അതെന്താവൂലേ? അത് വേറെന്തെങ്കിലും മതില് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ? അങ്ങനെ ആയിരിക്കാം, എന്തെങ്കിലും ഉണ്ടാവും. കാരണം ഇതിങ്ങനെ ഒരു മറ്റേ എന്താ പറയുക തിട്ടാണിത്, സെപ്പറേറ്റ് ഒരു തിട്ടാ. അതെ അതെ അതെ. ഇങ്ങനെ ഉയരം കണ്ടത് അതിന്റെ താഴെയാണ് മറ്റേ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതെ, ചിലപ്പോ അതിനകത്ത് വല്ല ചകിരിന്തിലിട്ട് കത്തിച്ചിട്ട് രാത്രി വെളിച്ചത്തിന് വേണ്ടിട്ട് അങ്ങനെയൊക്കെ. നമ്മൾ എത്ര ചരിത്രമൊക്കെ അല്ലേ പറഞ്ഞു കൊടുക്കണേ, കുറച്ചിട്ട് തല്ലട്ടോ നമുക്ക് തോന്നാനാണ്. ചിലപ്പോ പറഞ്ഞു വരുമ്പോ ചിലപ്പോ ചരിത്രം വെച്ച് നോക്കുമ്പോ ചിലപ്പോ ശരിയായിരിക്കാം. പക്ഷെ നമ്മളൊരു ഊഹം വെച്ച് പറയണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കി എന്തൊരു പ്രത്യേക ഒരു റൗണ്ടിൽ കെട്ടിക്കണം. അതെ, ഒരു റൗണ്ടിൽ ഒരു പ്രത്യേക ഒരു ഭംഗി. അത് റൗണ്ടിൽ കെട്ടിക്കണം. അതെ അതെ, അതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ വരണം. ക്യാമറയില് ഈ 50 മെഗാപിക്സലിനുള്ളില് ഒതുങ്ങില്ലത് എത്ര പേരിടാൻ നോക്കിയാലും. നമ്മുടെ തൃശ്ശൂര് നമ്മുടെ വടക്കുംനാഥ അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെ ആയിട്ട് ഈ ഒരു സ്പോട്ട് അറിയാത്ത കേരളത്തിലെ ഒരു മലയാളി പോലും ഉണ്ടാവില്ല. കാരണം പുണ്യാള നഗർപതീസ് അതുപോലെ ഇഷ്ടം പോലെ സിനിമകളില് ഈ ഒരു സ്പോട്ട് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം ജോയി താക്കോൽക്കാരൻ ഇവിടെ കടന്നിട്ട് രാത്രി ആലോചിക്കും, പള്ളിമണി അമ്പലത്തിലെ മണി എല്ലാം ആലോചിച്ചിട്ട് ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരാൾക്ക് മറക്കാൻ പറ്റാത്ത സംഭവം കുറെ സിനിമയിലുണ്ടല്ലേ? അതെ, നടന്നു തന്നെ അവിടെ ആനനെ കെട്ടണൊക്കെ. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ ഉണ്ട്, തൃശ്ശൂര് നടക്കാൻ പോകുന്നതാണ്. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ കാണിച്ചത്. 100 കടകളാണ് അതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. പലതരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാതിരിക്കരുത്, കാരണം നമുക്ക് അത്രയും അവൈലബിൾ ആയിട്ട് ഓരോ സാധനം അടുത്തടുത്തായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം വേറെ കാണില്ല. അത്രയും അടിപൊളിയായ എക്സിബിഷൻ, അതാരും മറക്കണ്ട. അതെ അതെ അതെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വീട്ടില് ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. കാരണം ഇവിടേക്ക് വന്നാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല. ഉപ്പ് മുതല് എന്തോ അങ്ങനെയാണ് പറയാ, അങ്ങനെ എല്ലാം കിട്ടും. ഡ്രസ്സ് വേണം, എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങള് വീഡിയോ നോക്കിയാൽ മതി, എല്ലാം ഉണ്ടാവും. ഇപ്രാവശ്യം ഞങ്ങള് വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഞങ്ങൾ എക്സിബിഷന്റെ ഫസ്റ്റ് തന്നെ വീഡിയോ നമുക്ക് വീഡിയോ ഇട്ട് കൊടുക്കാം. എല്ലാവരും കയറി പർച്ചേസ് ചെയ്തിട്ട് അടിച്ചു പൊളിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.